മുൻ മേയർ എന്നുള്ള നിലയിൽ ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്താനുള്ള കാരണം, കഴിഞ്ഞ ദിവസം നമ്മുടെ കൊച്ചി മേയർ ബ്രഹ്മപുരം സന്ദർശിക്കുകയും നിങ്ങളെ പലരെയും കൊണ്ടുപോവുകയും ബ്രഹ്മപുരം കാണിക്കുകയും ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു. സ്വാഭാവികമായി ഒരു പുതിയ ഭരണസമിതി വരുമ്പോൾ ബ്രഹ്മപുരം സന്ദർശിക്കും, ചില പ്രതികരണങ്ങൾ നടത്തും, ചിലപ്പോൾ വിമർശനങ്ങൾ ഉന്നയിക്കും. അതിനൊന്നും യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷെ പത്രസമ്മേളനം നടത്തണമെന്ന് ഞാൻ തീരുമാനിച്ചതിന് പിന്നിൽ വസ്തുതാപരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലും ജനങ്ങളുടെ ശ്രദ്ധയിലും കൊണ്ടുവരണം എന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ്. അതിലൊന്നാമത്തെ കാര്യം, മേയർ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരു തെറ്റിദ്ധാരണയും, കഴിഞ്ഞ കൗൺസിൽ എന്ന് പറഞ്ഞൊരു വാചകം മേയർ പറഞ്ഞതായി കണ്ടു. കഴിഞ്ഞ കൗൺസിൽ പറഞ്ഞതുപോലെയല്ല, ബ്രഹ്മപുരത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതായിരുന്നു അവരുടെ സ്റ്റേറ്റ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഞങ്ങൾ ബ്രഹ്മപുരത്തെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു എന്നൊരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഞാൻ മേയറായപ്പോൾ ബ്രഹ്മപുരത്ത് പോയ ബ്രഹ്മപുരമല്ല നിങ്ങളിപ്പോൾ ചെന്ന ബ്രഹ്മപുരം. അതിൽ നിങ്ങൾ പല മാധ്യമപ്രവർത്തകർക്കും നേരത്തെ കണ്ട ഓർമ്മയില്ല. ബ്രഹ്മപുരത്ത് ഈ സ്ഥലം വാങ്ങുന്നതിന് മുമ്പ് ബ്രഹ്മപുരത്ത് പോയ ഒരാളാണ് ഞാൻ. അപ്പോൾ അന്ന് മുതൽ ബ്രഹ്മപുരത്തെ സ്ഥലത്തെ സംബന്ധിച്ച് എനിക്ക് ധാരണയുണ്ട്. ഇപ്പം ഈ പറഞ്ഞ അവിടുത്തെ പ്ലാന്റ് പണിതെല്ലാം ചെല്ലിപ്പാടം എന്ന് പറഞ്ഞ ഒരു നിലം വാങ്ങി ആ നിലം നികത്തി ഉണ്ടാക്കിയ പ്ലാന്റാണ്. ബാക്കി സ്ഥലമൊക്കെ അതിന് ശേഷമാണ് വാങ്ങിയത്. അപ്പം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം, അന്ന് ഞാൻ ബ്രഹ്മപുരത്ത് ചെല്ലുമ്പോൾ, മേയർ എന്നുള്ള നിലയിലും ഞാനും ചെയർമാൻമാരും കൂടി ചെല്ലുമ്പോൾ അവിടെ മാലിന്യം മലകളായിരുന്നു. അത് വളരെ ഭംഗിയായി ദേശാഭിമാനി തൊട്ടടുത്ത ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു, 2 ഫോട്ടോയും, ഞാനും ചെയർമാൻമാരും നിൽക്കുന്നതും ഇപ്പോഴത്തെ മേയറും ചെയർമാൻമാരും നിൽക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് ഒറ്റ വാചകത്തിൽ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ അവിടെ വരുത്തിയിട്ടുണ്ട്. അത് കൊച്ചിയിലെ മാധ്യമങ്ങൾക്കറിയാം, കേരളത്തിലെ മാധ്യമങ്ങൾക്കറിയാം, കൊച്ചിയിലെയും കേരളത്തിലെയും ജനങ്ങൾക്കും അറിയാം. ഇനി 2, ഞാൻ അവർ പറഞ്ഞ ചില പ്രശ്നങ്ങളിൽ വസ്തുതാപരമായ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഒരു വാചകം കൂടി ഞാൻ പറയാം. അവിടെ ഇനിയും ധാരാളം കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാൻ പാടുള്ളൂ. അവിടെ ആവശ്യത്തിനുള്ള പണം മാത്രമേ ചെലവഴിക്കാൻ പാടുള്ളൂ. ആവശ്യത്തിൽ കൂടുതൽ അവിടെ മുഴുവൻ മോശമാണെന്ന് പറഞ്ഞ് പണം ചെലവഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല.